ഹായ് ഹലോ, വെൽക്കം ബാക്ക്. എല്ലാ ദിവസവും ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതൊക്കെ ഒരു ടാസ്ക് അല്ലേ. അങ്ങനെ ഒരു മടി പിടിച്ച ദിവസമായിരുന്നു ഇന്ന്. വൈകുന്നേരമായപ്പോൾ ഒരു ചായയെല്ലാം കുടിച്ച് മൈൻഡെല്ലാം ഒന്ന് റീഫ്രഷ് ആക്കാമെന്ന് കരുതി. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് പിന്നെ പുറത്തു പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി. പുറത്തു പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പോയി വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തേക്ക് പോയി. സാധനവും വാങ്ങി നേരെ റൂമിലേക്ക് വരാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ പോയപ്പോൾ പിന്നെ പ്ലാനൊക്കെ ആകെ മാറി. ഒരു പാർക്ക് കണ്ടപ്പോൾ കുട്ടികൾക്ക് അതിനുള്ളിൽ കളിക്കണം എന്നൊക്കെയായി. പിന്നെ കുട്ടികളുടെ ആഗ്രഹമല്ലേ, അങ്ങനെ ഒന്നുള്ളിലൊക്കെ കയറി കളിക്കാമെന്ന് കരുതി. പാർക്ക് ഏകദേശം ക്ലോസ് ചെയ്യുന്ന ടൈമൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും കുറച്ച് സമയം അവരവിടെ എൻജോയ് ആക്കി. കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി. കുറേ ദിവസമായിട്ട് ഇതുപോലത്തെ പാർക്കിലൊന്നും പോകാത്തതുകൊണ്ട് അവരവിടെ മാക്സിമം എൻജോയ് ചെയ്തു. ഞങ്ങളവിടെ മാക്സിമം ബോറടിച്ചു. പിന്നെ നേരെ വീട്ടിൽ വന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് തുറന്നു നോക്കി. ഒന്ന് തുറന്നപ്പോൾ ആ നേന്ത്രപ്പഴവും അരിപ്പൊടിയൊക്കെ ആയിരുന്നു. രണ്ടാമത്തെ അത് കുട്ടികളെങ്ങനെ തുറക്കുന്നത്, അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതൊക്കെ തുറക്കുമ്പോൾ. നമുക്കും ഭയങ്കര സന്തോഷമായിട്ട് ഇതുപോലെയുള്ള പൊതികളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തുറന്നു നോക്കാനായിട്ട്. അങ്ങനെ അത് തുറന്നപ്പോൾ നിറയെ പലഹാരങ്ങളായിരുന്നു. കുറേ ബേക്കറികൾ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ബേക്കറികളായിരുന്നു. പിന്നെ ഓരോന്നിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ വേണ്ടിയായി അടുത്ത ആകാംക്ഷ. ഇത് സംസം വെള്ളമാണ്. ഈത്തപ്പഴം ഉണ്ടായിരുന്നു. ഉമ്മയും ഉപ്പയും നാട്ടിൽ നിന്ന് ഉംറക്ക് പോയിരുന്നു, അപ്പോൾ അതിൻ്റെ ഞങ്ങൾക്കും കൂടെ കൊടുത്തേക്കാണ്. പിന്നെ ഇത് നമ്മുടെ നൊസ്റ്റ് മിഠായികളായ എള്ളുണ്ട, ജീരക മിഠായി ഇതൊക്കെയായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് അവർ ശരിക്കും ഹാപ്പി ആയത്. പിന്നെ ആ സമയം തന്നെ ഓരോന്ന് തുറന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാനുള്ള എടുത്തത്. നമ്മളും കുറേ ബേക്കറിയൊക്കെ എടുത്ത് നോക്കി ടേസ്റ്റാക്കി. ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരുപാട് സമയം വൈകിയിരുന്നു. ഇത്രയും സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അങ്ങനത്തെ ആ സമയം ഒരുപാട് വൈകി. 1 മണി കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.